ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടപ്പാളുള്ള ഒരു കിഡിലൻ ഫുഡ് സ്പോട്ടിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇത് ഹോട്ടൽ മുഫീദ കേട്ടോ. എടപ്പാൾ കോഴിക്കോട് റോഡാണിത്. ഈ മെയിൻ റോഡിൽ തന്നെ നമുക്ക് സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ എടപ്പാളിൽ നിന്ന് കാലിക്കറ്റ് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ബോർഡ് കാണാം, മുഫീദ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈവനിങ് ആയാൽ നല്ല കളർ ബൾബൊക്കെ ഇട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറേ ടൈപ്പ് അൽഫാമുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്, കുറേ തൂക്കി വെച്ചിട്ടുണ്ട്. കുറേ ചേട്ടന്മാരിങ്ങനെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ ഈ ഫോർക്ക് വെച്ച് കുത്തിയൊക്കെ മസാലയൊക്കെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ വെറൈറ്റി അൽഫാമുകൾ ഉണ്ടെന്ന് കേട്ടിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ എടപ്പാളിലേക്ക് പുറപ്പെട്ടു കേട്ടോ. താഴെ കുറച്ച് സീറ്റിങ്സ് ഒക്കെ ഉണ്ട്, മുകളിൽ നല്ല എ സിയും ഫാമിലി റൂംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് തന്നെ ഒന്ന് കയറി. അത്യാവശ്യം നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല കുറേ പുറത്തേക്ക് നമുക്കിങ്ങനെ കാണാം, ഫുൾ അവരിങ്ങനെ വൈറ്റ് ബൾബൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ തന്നെ നല്ലൊരു രസമുണ്ട്. ഒരു ഈവനിങ് 6 മണിയൊക്കെ ആയത് കാരണം വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റോട്ടി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ നല്ല നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ട്, നല്ല നാടൻ ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് വാങ്ങി. നല്ല ഉലുവയുടെയൊക്കെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് കളറായി. നമ്മൾ പണ്ട് ഈ ഇരുമ്പ് ചട്ടിയിലൊക്കെ വെക്കുമല്ലേ, വലിയ ഇരുമ്പ് ചട്ടിയിലൊക്കെ വെക്കുന്ന നല്ല കറുത്ത കളറുള്ള ബീഫ് കേട്ടോ. നല്ല ഉലുവയുടെയും പെരുംജീരകത്തിൻ്റെയൊക്കെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ മണം കേട്ടാൽ തന്നെ അറിയാം. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല സോഫ്റ്റ് ബീഫും നല്ല നാടൻ പട്ടയും ഗ്രാമ്പും അങ്ങനത്തെ ഒന്നും ഇല്ലാതെ വെറും ഉലുവയുടെയും കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയും ഒക്കെ മണമാണ് കേട്ടോ നമുക്ക് വരുന്ന, കരിവേപ്പിലയുടെയൊക്കെ. അങ്ങനെ നാടൻ ബീഫ് റോസ്റ്റ്, പിന്നെ എല്ലാ ടൈപ്പ് അൽഫാമും നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ബീഫ് റോസ്റ്റ് ഒന്ന് തുടങ്ങി കേട്ടോ. ബീഫ് റോസ്റ്റും കണ്ടോ നല്ല തിക്ക് ഗ്രേവിയാണ്, ലൂസല്ല. ഇതാണ് പിന്നെ അവരുടെ അഫ്ഗാനി അൽഫാം. നല്ല കുറച്ച് ഗ്രേവിയൊക്കെ അൽഫാമിൻ്റെ മുകളിലിട്ടിട്ടുണ്ട്, നല്ല തിക്കായ മയോണൈസും. പിന്നെ ഇതതിൻ്റെ കൂടെ ഒരു പ്ലെയിൻ ഗ്രേവി തന്നതു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് റോട്ടിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ പൊറോട്ടയൊന്നും വേണ്ട, റോട്ടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്തൂർ റോട്ടിയൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് ആ തിക്കായ മയോണൈസും കുറച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ആ തന്തൂർ റോട്ടിയൊക്കെ കൂട്ടി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ബാക്കി ഓർഡർ ചെയ്ത അൽഫാമുകളും വന്നു. ഇതാണ് ഇവരുടെ കാന്താരി അൽഫാം. ഇതും ഇവരുടെ ഒരു വെറൈറ്റിയാണ്, എല്ലായിടത്തുനിന്നും ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവരുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കുരുമുളകും ഈ മറ്റേ നമ്മുടെ കാന്താരി മുളകൊക്കെ അരച്ചത്. ഇത് അവരുടെ നോർമൽ അൽഫാം. എല്ലാ അൽഫാമും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം കേട്ടോ. ഇതാണ് കാന്താരി, കണ്ട നല്ല പച്ച കളറിൽ നല്ല വെന്തിട്ടുണ്ട്. അവർ ഈ ഫോർക്കൊക്കെ ഇട്ട് കുത്തിയത് കാരണം കുത്തിയിട്ടൊക്കെ മസാലയൊക്കെ ഉള്ളി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല തന്തൂർ റോട്ടി ഉണ്ട് അതിൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ പിന്നെ ഈ അൽഫാം, മറ്റേ നമ്മുടെ അഫ്ഗാനി അൽഫാം ഇതുവരെ കഴിച്ച ഒരു സ്ഥലത്തൊന്നും ഇത്ര ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കൂടെയുള്ള ഗ്രേവി എടുത്ത് പറയണം കേട്ടോ, അത്ര ടേസ്റ്റ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള അൽഫാമും. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്, ഉള്ളു വരെ നന്നായി വെന്തിട്ടുണ്ട്. അത് നമ്മളൊരു ഉള്ളിയൊക്കെ കൂട്ടി അതിൻ്റെ ഗ്രേവിയിലും കുറച്ച് മുക്കി ഒന്ന് കഴിക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ റോട്ടിയുടെ ഒരു പീസ് എടുത്ത് ഈ അഫ്ഗാനി അൽഫാമും അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കൂട്ടി കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വഴിക്ക് പോണവരൊക്കെ ഈ മുഫീദ കാണുകയാണെങ്കിൽ അവിടുത്തെ ഈ അഫ്ഗാനി അൽഫാം അതൊന്ന് ടേസ്റ്റ് തന്നെ വേണം. പിന്നെ നാടൻ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ ഈ നാടൻ ബീഫ് റോസ്റ്റും അതും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. റോട്ടി കുഴപ്പമില്ല, നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള തന്തൂർ റോട്ടിയാണ്. ഇനി നമുക്ക് ഈ കാന്താരി അൽഫാമും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. കാന്താരി എന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര എരിവായിരിക്കും. പക്ഷെ അത്ര ഭയങ്കര എരിവൊന്നുമില്ല. പച്ചക്കുരുമുളകും ചീനമുളകും ഒക്കെ അരച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്ര ഭയങ്കര എരിവൊന്നുമില്ല. ഇനി പച്ചമുളകാണോ അരച്ചതെന്നൊരു ഡൗട്ടുണ്ട്. കാന്താരിയൊക്കെ ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായത് കാരണം ചിലപ്പോൾ സാധാ പച്ചമുളകൊക്കെ അരച്ചോ എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ഏതായാലും എരിവ് അധികമല്ല, നല്ല ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള എരിവേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ മസാല അത് നല്ല ടേസ്റ്റും ഉണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അത് ആ തിക്കായിട്ടുള്ള മയോണൈസ് ഉണ്ടല്ലോ, ആ മയോണൈസിലൊക്കെ ഒന്ന് മുക്കിയിട്ട് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റ്, ഒറിജിനൽ ടേസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വരിക. റോട്ടിയൊന്നും വേണമെന്നില്ല, ഈ കാന്താരിയൊക്കെ നമുക്ക് വെറുതെ തന്നെ ആ മയോണൈസൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചാൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് അറിയാം കേട്ടോ. നല്ല അടിപൊളിയാണ്, ഒന്നിനൊന്നും മെച്ചെന്ന് എല്ലാതും പറയാം. എന്നാലും 3-ൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും അഫ്ഗാനിയെ പറയുള്ളൂ. അഫ്ഗാനി തന്നെയായിരുന്നു ഏറ്റവും ടേസ്റ്റ്. ഒന്നാമത് അതിൻ്റെ ഗ്രേവി, ബാക്കിയൊന്നും ഗ്രേവി ഇല്ലല്ലോ. ഈ അഫ്ഗാനി അൽഫാമിൽ ഒരു നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കൂട്ടിങ്ങോട് കൂടിയാണ് അവർ തരുന്നത്. അപ്പോൾ ശരിക്കും വേറൊരു ഗ്രേവിയുള്ള കറിയൊന്നും ആവശ്യമില്ല. പൊറോട്ടയോ റോട്ടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ അഫ്ഗാനി അൽഫാം മാത്രം വാങ്ങി കഴിച്ചാൽ മതി. അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും നഷ്ടം വരില്ല. കാശാണെങ്കിൽ ഭയങ്കര റേറ്റ് വളരെ കുറവുമാണ്. ഈ 3 അൽഫാമും ബീഫും അങ്ങനെ 3 പേര് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു, പിന്നെ പൊറോട്ട കഴിച്ചു, എല്ലാം കൂടി ആകെ നമുക്ക് 500 സംതിങ് ആണ് ബില്ലും ആയത്. ഇത് അവരുടെ നോർമൽ അൽഫാം കേട്ടോ.
ഈ നോർമൽ അൽഫാമും ഇതുപോലെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല മസാലയാണ്, നല്ല ടേസ്റ്റിയാണ്, ഉള്ളിൽ വരെ വന്നിട്ടുണ്ട്. ചില അൽഫാമൊന്നും ഉള്ളിൽ തീരെ വന്നിട്ടുണ്ടാവില്ല ചില ഷോപ്പിൽ നിന്നൊക്കെ. ഇത് അവർ ഫുള്ള് നന്നായി ഇങ്ങനെ ഫോർക്കൊണ്ടൊക്കെ ഗ്രില്ല് ചെയ്ത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഉള്ളൊക്കെ ഫുള്ളി കുക്ക് ചെയ്തിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. അടിപൊളി സാധനമാണ്. 3 അൽഫാമും ടേസ്റ്റിയാണ് കേട്ടോ, ഒന്നും നഷ്ടമല്ല. പിന്നെ നമ്മൾ എന്തൊക്കെയായാലും ഈ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പൊറോട്ടയും കൂടി ഒന്ന് കഴിച്ചാലല്ലേ നമുക്ക് ആ നാടൻ ബീഫ് ഒരു റാത്ത ഉള്ളൂന്ന് വിചാരിച്ച് നമ്മൾ ഒരു പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തു. ആ ബീഫിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. കുറേ സാലഡൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. എല്ലാ അൽഫാമിൻ്റെയൊക്കെ കൂടെ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ തന്നെ. അങ്ങനെ ആ ബീഫിൻ്റെ കൂടെ വെച്ച് കഴിക്കാനും എല്ലാം അതെ, റൊട്ടി അടിപൊളിയാണ്. ബീഫ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അൽഫാമൊക്കെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളെടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ നോർമൽ അൽഫാമും കഴിഞ്ഞു, എല്ലാ അൽഫാമുകളും ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. പിന്നെ ആ ബീഫ് റോസ്റ്റ് കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഒരു നാടൻ പൊറോട്ട ഓർഡർ ചെയ്തിട്ട് നല്ല കുത്തി നല്ല ലെയർ ചെയ്ത സോഫ്റ്റ് പൊറോട്ടയാണ്. കണ്ട, ബീഫിൻ്റെ കൂടെ എന്തൊക്കെയാണെങ്കിലും പൊറോട്ടയാണല്ലോ ബെസ്റ്റ് കോമ്പിനേഷൻ. റോട്ടിയൊന്നും ഒരിക്കലും എന്തൊക്കെ കഴിച്ചാലും, റോട്ടി കഴിച്ചാലും നാൻ കഴിച്ചാലും നമ്മുടെ പൊറോട്ടയും ബീഫുള്ള ആ കോമ്പിനേഷൻ അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ആ കോമ്പിനേഷൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പൊറോട്ടയും കൂടിയാണ് ഓർഡർ ചെയ്ത്. വയറ്റിൽ സ്ഥലമുണ്ടായിട്ടൊന്നുമില്ല, ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. എന്നാലും നല്ല സോഫ്റ്റ് ബീഫും നല്ല തിക്ക് ഗ്രേവിയും ഉലുവയുടെ ഇറച്ചിയൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി പൊറോട്ട ആ ഒരു കഷ്ണം ഇറച്ചിയൊക്കെ എടുത്ത് നന്നായി അതിൻ്റെ ഗ്രേവിയിലൊക്കെ ഒന്ന് മുക്കി കഴിച്ചു. അടിപൊളിയാണ്, പറയാൻ വയ്യ. എന്നും പൊറോട്ട ബീഫ് കോമ്പിനേഷന് വെല്ലാൻ ആരും ഇല്ലല്ലോ, അത്രയും ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ ബീഫിൻ്റെ പോലെ തന്നെ നമ്മുടെ അൽഫാമിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ അൽഫാമിൻ്റെ ഗ്രേവി കുറച്ചെടുത്തു, നമ്മുടെ അഫ്ഗാനി അൽഫാമിൻ്റെ ഗ്രേവി. എന്നിട്ട് അഫ്ഗാനി അൽഫാമിൻ്റെ ഒരു പീസൊക്കെ വെച്ച് പൊറോട്ടയിൽ കഴിച്ചാൽ അതും നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഗ്രാൻഡായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സ്ഥലമാണ്. അൽഫാം ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നല്ല അൽഫാം കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഉള്ളൊക്കെ നന്നായി വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അൽഫാമുകളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എടപ്പാൾ പോകാൻ പറ്റണവരൊക്കെ എടപ്പാൾ പോവുക. എന്നിട്ട് എടപ്പാളിൽ ഈ മുഫിദ റെസ്റ്റോറൻറ്റ് മെയിൻ റോഡിൽ തന്നെ, കാലിക്കറ്റ് റോഡിലെ സൈഡിൽ നമുക്ക് കാണാം കേട്ടോ. പാർക്കിംഗ് സ്പേസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വളരെ ആവറേജ് റേറ്റുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം കഴിക്കാൻ. ഈ കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ ഓർഡർ ചെയ്തു. നല്ല സൂപ്പർ ചായയായിരുന്നു, നല്ല സ്ട്രോങ്, നല്ല അടിച്ച് പതപ്പിച്ച ചായ കേട്ടോ. അങ്ങനെ ആ ചായയും കൂടി കഴിച്ച് നമ്മൾ ഭയങ്കര ഹാപ്പിയായി, അടിപൊളിയായി ഫുഡൊക്കെ ഫിനിഷ് ചെയ്തു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.